നമ്മുടെ സമൂഹത്തിൽ നമുക്ക് ചുറ്റും ജീവിക്കുന്ന, വേദനിക്കുന്ന, നിരാലംബരും രോഗികളുമായ സഹോദരങ്ങളിലേക്ക് നന്മയുടെ കരം നീട്ടുവാൻ ശമരിയാൻ ഞങ്ങൾ ഒരുക്കുകയാണ്. പങ്കുവയ്ക്കുന്ന ക്രൈസ്തവ സ്നേഹത്തിൻ്റെ ഈ മഹനീയ സാക്ഷ്യാനുഭവത്തിലേക്ക് ഏവർക്കും സ്വാഗതം. സ്നേഹസഹായത്തിൻ്റെ കാരുണ്യഹസ്തവുമായി ശമരിയൻ ഇന്ന് കടന്നു ചെല്ലുന്നത് കോട്ടയം ജില്ലയിൽ പനമറ്റം എലികുളം ഗ്രാമപഞ്ചായത്തിൽ 8-ാം വാർഡിൽ താമസിക്കുന്ന കൃഷ്ണൻകുട്ടിയുടെ ഭവനത്തിലേക്കാണ്. എൻ്റെ പേര് കൃഷ്ണൻകുട്ടി എന്നാണ്. ഞാനൊരു കൽപ്പണിക്കാരനാണ്. കെട്ടിടത്തിൻ്റെ പണികളൊക്കെ സ്വന്തമായിട്ട് ചെയ്ത് ഇങ്ങനെ നടത്തിപ്പോന്നു. എനിക്ക് 2 മക്കളുണ്ട്, ഒരാണും ഒരു പെണ്ണും. അവരെ കല്യാണം കഴിച്ചു വിട്ടു. എൻ്റെ ഭാര്യയുടെ പേര് രത്നമ്മ എന്നാണ്. പൂപ്പള്ളിയിൽ വീട്. അപ്പം ഞങ്ങളിങ്ങനെ ഒരു കുടുംബമായിട്ട് കഴിഞ്ഞ് വന്നു. ഒരു ദിവസം ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പം എൻ്റെ ചങ്കിനകത്തൊരു പ്രയാസം പോലെ തോന്നി. അടുത്ത ഹോസ്പിറ്റലിൽ ചെന്ന് പരിശോധിപ്പിച്ച് കഴിഞ്ഞപ്പം പറഞ്ഞു, ഇത് വേറെ ഏതെങ്കിലും ഒരു ഹോസ്പിറ്റലിലോട് പൊക്കമെന്ന് പറഞ്ഞുകൊണ്ട് ഇവിടുത്തെ ഡോക്ടർ എന്നെ പറഞ്ഞു വിട്ടു. ഞാൻ കാരിത്താസിലാണ് ചെല്ലുന്നത്. അവിടെ ചെന്ന് 2 ദിവസം അവിടെ കിടന്നു കഴിഞ്ഞ് ആണ്. അപ്പം രോഗം എന്താണെന്നൊന്നും ആർക്കും എനിക്കും അറിയത്തില്ല, വീട്ടിലുള്ളവർക്കും അറിയത്തില്ല. ഡോക്ടർ പറഞ്ഞു 2 പേരും കിഡ്നി ഫെയിലിയറാണ് എന്ന് പറഞ്ഞു. അവിടുന്ന് 3-ാമത്തെ ദിവസം അവിടുന്ന് പറഞ്ഞു വിട്ട് വേറൊരു ഡോക്ടറെ കാണുക ചെയ്തത്. അവിടുന്നും രക്ഷയില്ലാതെ വന്നപ്പോഴത്തേക്കും മെഡിക്കൽ കോളേജിൽ പോയി. മെഡിക്കൽ കോളേജിൽ ചെന്ന് 26 ദിവസം അവിടെ കിടന്ന് ശരീരം മൊത്തം നീര്. എനിക്ക് യാതൊരു മരുന്നുമില്ല. അവിടെ വളരെയധികം ബുദ്ധിമുട്ടായിട്ട് ഞാൻ 26 ദിവസം കിടന്നു കഴിഞ്ഞാണ് പിന്നെ ഒരു പ്രൈവറ്റ് ആശുപത്രിയിൽ ചെന്ന് ഡോക്ടറെ കാണുന്നത്. കണ്ടു കഴിഞ്ഞ് ഡോക്ടർ അവിടുന്ന് മരുന്ന് തന്നു. അപ്പം 5-6 വർഷത്തോളമായി നമുക്ക് ഒരു പണിയും ചെയ്യാനില്ല. ഇങ്ങനെ വല്ലവരുടെ സഹായത്താൽ ഞാൻ മരുന്ന് മേടിക്കുന്നു. അത് ഒരു 10ഉം 200ഉം ഇങ്ങനെ രൂപ മേടിച്ച് ഞാൻ മരുന്ന് മേടിക്കുന്നു. അല്ലാതെ ഒരു മാർഗവും വീട്ടിലില്ല. മകനൊരാളുള്ളത്. എൻ്റെ പണി തന്നെയായിരുന്നു. അവൻ നിലപ്പുറത്തു നിന്ന് വീണ് അവൻ്റെ ഞരമ്പ് കുഴപ്പമായി. ഈ നട്ടെല്ലിൻ്റെ ഇടയ്ക്ക് ഞരമ്പ് കയറി ജാമായിട്ട് വേദന വന്ന് പല ഡോക്ടറെയും കാണുകയും ഒക്കെ ചെയ്തു കഴിഞ്ഞിട്ടൊന്നും യാതൊരു വിശേഷവും ഇല്ല. അപ്പം വേറൊരാൾ പറഞ്ഞു, വൈക്കം ആശുപത്രി ചെന്നാൽ ഇതിനുള്ള മരുന്ന് കിട്ടുമെന്ന് പറഞ്ഞു. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് ഡോക്ടർ പറഞ്ഞു, ഇത് ഓപ്പറേഷൻ ഇല്ലാതെ വേറൊരു മാർഗ്ഗവും ഇല്ലെന്ന് പറഞ്ഞു. അങ്ങനെ അവിടുന്ന് ഓപ്പറേഷൻ കഴിഞ്ഞപ്പോഴത്തേക്ക് പറഞ്ഞു, ഇനി നീ കട്ടിയായിട്ടുള്ള പണി ചെയ്യാൻ നിന്നെക്കൊണ്ട് പറ്റുകയില്ല, വേറെ മാർഗങ്ങൾ എന്തെങ്കിലും കണ്ടുപിടിച്ചോളാൻ പറഞ്ഞു. അങ്ങനെ ഒരു ചെറിയൊരു ഓട്ടോ മേടിച്ചു. ആ ഓട്ടോ സ്വന്തമായിട്ട് ഓടിച്ച് ഞങ്ങളുടെ 4 പേരുടെ ഉപജീവനം ഇങ്ങനെ കഴിഞ്ഞുകൂടുക, അല്ല വേറെ മാർഗങ്ങളൊന്നുമില്ല. വയസ്സുകാരനായ കൃഷ്ണൻകുട്ടി കിഡ്നി സംബന്ധമായ രോഗത്തെ തുടർന്ന് 6 വർഷമായി ചികിത്സയിൽ കഴിയുന്നു. കൽപ്പണിക്കാരനായിരുന്ന കൃഷ്ണൻകുട്ടി കഠിനാധ്വാനിയും സ്നേഹമുള്ള ഒരു കുടുംബനാഥനുമാണ്. കൃഷ്ണൻകുട്ടി തന്നെ സ്വന്തമായി പണിതുയർത്തിയതാണ് ഈ കാണുന്ന ഭവനം. കാരിത്താസ് ഹോസ്പിറ്റലിൽ വെച്ചാണ് കിഡ്നി ഫെയിലിയർ ആണെന്നുള്ളത് അറിയുന്നത്. അന്നേരം
എൻ്റെ ആദ്യത്തെ ഇത് അങ്ങ് പോയി. ആകെപ്പാടെ വളരെയധികം വിഷമം പോലെ തോന്നി. കാരണം ഇതിന് ഒത്തിരി പൈസ ചിലവ് വരും. 1300 രൂപ അടുത്ത് ഒരു ഡയാലിസിസിന് വരും. പിന്നെ അതിൻ്റെ ഗുളിക മേടിക്കണം, ബ്ലഡ് ടെസ്റ്റ് ചെയ്യണം. ഇതെല്ലാം ആയിക്കഴിഞ്ഞപ്പോഴത്തേക്കും ഒത്തിരി നാൾ ഇങ്ങനെ പോകാതിരുന്നു കഴിഞ്ഞപ്പോഴത്തേക്കും വീണ്ടും ശ്വാസം മുട്ടലങ്ങ് തുടങ്ങി. ഇവിടുന്ന് ആൾക്കാർ എന്നെ എടുത്തു കൊണ്ടുപോയി വണ്ടിയെ കയറ്റി അവിടുന്ന് ആശുപത്രിയിൽ ആംബുലൻസ് വന്ന് ആശുപത്രിയിലോട്ടാണ് കൊണ്ടുപോയത്. 4 ദിവസം ICU കിടന്നു. ഇതിൻ്റെ എല്ലാം കാശ് ഇങ്ങനെ തെണ്ടി നടക്കുന്ന പോലെ ഓരോ ആൾക്കാരോടും 10 രൂപയും 50 രൂപയും 100 രൂപയും ഒക്കെ ചോദിച്ച് ആശുപത്രിയിൽ ചെന്ന് അവരുടെ കടം തീർത്തു കഴിഞ്ഞ് വീണ്ടും വന്നു കഴിഞ്ഞ് ഹോസ്പിറ്റലിൽ നിന്ന് വന്ന് വീട്ടിൽ ഇരിക്കുമ്പോഴത്തേക്കും രണ്ട് മൂക്കിൽ കൂടെ ബ്ലഡ് ചാടി. ഉടനെ ഡോക്ടറെ പോയി കണ്ട് അന്നേരം പറഞ്ഞു തലയ്ക്കകത്ത ഞരമ്പ് ഒരു ചെറിയ ഞരമ്പ് പൊട്ടിയിട്ടുണ്ട്, അതാണ് ബ്ലഡ് വരാനുള്ള കാരണം എന്നും പറഞ്ഞുകൊണ്ട് അവിടെ കുറച്ച് ദിവസം കിടത്തി. ഇതെല്ലാം മാറിക്കഴിഞ്ഞാണ് വീട്ടിലോട്ട് വരുന്നത്. ബുദ്ധിമുട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെയധികം കഷ്ടപ്പാട് ആണ്. ഒരു നേരത്തെ കഞ്ഞി പോലും കുടിക്കാനുള്ള മാർഗങ്ങൾ ഇല്ല. പിന്നെ ഓരോ സംഘടനകളിൽ നിന്നും ഓരോരുത്തർ ശേഖരിച്ച പൈസ തന്ന് ഞങ്ങളെ ഈ നിലയിലാക്കി. ഇപ്പം ഒരു ഡയാലിസിസിന് തന്നെ 1600 രൂപ 2000 രൂപ അടുത്ത് വരും. പിന്നെ അതിനുള്ള ഈ കുത്തിവയ്പ്പ് ഇഞ്ചക്ഷൻ 210 രൂപയാണ് ഒരു ഇഞ്ചക്ഷൻ്റെ റേറ്റ്. അതുപോലെ 3 ആഴ്ചയിൽ 3 കുത്തിവയ്പ്പാണ് വേണ്ടത്. പിന്നെ ബ്ലഡ് പരിശോധിക്കുന്ന 720 രൂപ ബ്ലഡ് പരിശോധിക്കുന്നതിനും. പിന്നെ മഞ്ഞപ്പിത്തം ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടി ഒരു ടെസ്റ്റുണ്ട്, 1500 രൂപയുടെ വലിയൊരു ടെസ്റ്റ്. അത് മുടങ്ങി കിടക്കുക. 10 പൈസ പോലും ഇല്ലാത്ത കാരണം ഞാൻ അവരോട് പറഞ്ഞു, ഞാൻ ഈ മാസം അവസാനത്തോടു കൂടി ഞാൻ ഇത് ചെയ്യുകയുള്ളൂ, കാരണം കിട്ടി വരണം. അതുകൊണ്ടാണ് ഇതുവരെ ഒരു 10 ലക്ഷം രൂപയിൽ കുറയല്ല, അതിന് മേളിലേ ആയിട്ടുള്ളൂ. അപ്പം മുന്നോട്ട് ഇതെങ്ങനെ പോകും എന്നുള്ളത് അറിയത്തില്ല. കാരണം വീട്ടിൽ ഒരു നേരത്തേക്കുള്ള പൈസ പോലും എടുക്കാനില്ല. അവൻ ഒരു ഓട്ടോ ഓടിച്ചു കഴിഞ്ഞാൽ കിട്ടുന്ന എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ജനങ്ങൾക്ക് മൊത്തം അറിയാവുന്നതാണ്. ഒരു ഓട്ടോ ഓടിച്ചാൽ ഒരു ദിവസം കഷ്ടിച്ച് കഞ്ഞി കുടിച്ച് പോകാം എന്നുള്ളതേ ഉള്ളൂ. അതിനോടിടയ്ക്ക് എനിക്ക് ആശുപത്രിയിൽ പോകണം, അതിനുള്ള പൈസയൊന്നും അവൻ്റെ കയ്യിൽ ഉണ്ടാകുകയില്ല. ചില ദിവസം ഗുളികയൊന്നും വേണ്ടെന്ന് തന്നെ ഞാൻ വെച്ചിട്ടുണ്ട്. ഈ അടുത്ത ദിവസവും ഗുളിക 4-5 ദിവസം ഗുളിക കഴിക്കാതിരുന്നു. കാരണം പൈസ ഇല്ല, പിന്നെ എന്ത് ചെയ്യും? സാമ്പത്തികമായിട്ട് വളരെ ബുദ്ധിമുട്ടാണ് ഞങ്ങൾ കഴിഞ്ഞു പോകുന്നത്. ഈ പ്രോഗ്രാം കാണുന്ന ഓരോരുത്തരും സഹായിക്കുകയും വേണം, പ്രാർത്ഥിക്കുകയും വേണം. പ്രത്യേകിച്ചും പ്രാർത്ഥനയാണ് വേണ്ടത്. ഒരിക്കൽ ജോലിസ്ഥലത്ത് വെച്ച് പെട്ടെന്നൊരു തലകറക്കമുണ്ടാവുകയും ഉടനെ തന്നെ ഹോസ്പിറ്റലിൽ എത്തിക്കുകയും തുടർന്നുള്ള ടെസ്റ്റുകളിലൂടെ ചികിത്സ തുടങ്ങിയപ്പോഴാണ് 2 കിഡ്നിയും പ്രവർത്തനരഹിതമാണെന്നറിയുന്നത്. 6 വർഷത്തോളമായി ചികിത്സ തുടങ്ങിയിട്ട്. ആഴ്ചയിൽ 3 ഡയാലിസിസ് വീതം ചെയ്യണം. മരുന്നിനും മറ്റു ചിലവുകൾക്കുമായി നല്ലൊരു തുക ഇതിനകം ചിലവായി കഴിഞ്ഞു. എൻ്റെ പേര് രത്നമ്മ. എൻ്റെ ഭർത്താവിൻ്റെ പേര് കൃഷ്ണൻകുട്ടി. ഭർത്താവിൻ്റെ പേർക്കാണ് ഞാൻ സംസാരിക്കുന്നത്. എനിക്ക് 2 മക്കളാണ്. മൂത്തത് മകളെ കെട്ടിച്ചു, രണ്ടാമത്തെ മകനും കെട്ടി. പിന്നെ ചേട്ടന് 6 വർഷമായിട്ട് കിഡ്നി ഫെയിലിയർ അസുഖം, ഡയാലിസിസ് ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നു. വളരെ ഈ ചികിത്സയ്ക്കായിട്ട് വലിയ ബുദ്ധിമുട്ടിലാണ് ഞങ്ങൾ കഴിയുന്നത്. എൻ്റെ ഭർത്താവ് കെട്ടിടം പണിയായിരുന്നു. പുള്ളി നല്ല രീതിയിലൊക്കെ പണിതുകൊണ്ടിരുന്ന 6 വർഷമായി മുമ്പ്
പുള്ളി ഇങ്ങനെ പണിതുകൊണ്ടിരുന്നപ്പോഴത്തേന് ചങ്കിനകത്തൊരു കട്ടുകഴപ്പും വേദനയും ഉണ്ടായി. അന്നേരം ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നപ്പം, കാരിത്താസ് ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നപ്പം പരിശോധനയെല്ലാം കഴിഞ്ഞപ്പം ഡോക്ടർ പറഞ്ഞു കിഡ്നി ഫെയിലിയറാണ്. അതിനുള്ള മരുന്നുമൊക്കെ കഴിച്ച് ഒരു വർഷം അങ്ങനെ മരുന്ന് കഴിച്ചു. ഒരു വർഷം കഴിഞ്ഞ് പിന്നെ ശ്വാസം മുട്ടലും എല്ലാം കൂടി ദേഹം ആകെ നീരും എല്ലാം ആയിട്ട് പിന്നെ കിഡ്നി ഡയാലിസിസ് ചെയ്യണമെന്ന് ഡോക്ടർ പറഞ്ഞു. അങ്ങനെയാണ് 5 വർഷമായി ഇപ്പം കിഡ്നി ഫെയിലിയർ ഡയാലിസിസ് തുടങ്ങിയിട്ട്. അതിന് മരുന്നിനും സാമ്പത്തികമായിട്ട് ഞങ്ങൾക്ക് വളരെയധികം ബുദ്ധിമുട്ടുണ്ട്. ഒരു മാസത്തെ മരുന്നിനും കാര്യത്തിനുമായിട്ട് 4,000-4,500 രൂപയോളം ചിലവാകും. പിന്നെ കൂടുതലായിട്ട് വരുമ്പോൾ ഹോസ്പിറ്റലിൽ പോയി കിടക്കുമ്പം 10,000-35,000 രൂപയൊക്കെ ആകും ഇത് ചെയ്ത് ഇറങ്ങുമ്പം. അങ്ങനെയൊക്കെ ആയിട്ട് ഇപ്പം 5 വർഷം കഴിഞ്ഞു ഡയാലിസിസ്. ആദ്യമൊക്കെ 2 ആഴ്ചയിൽ 2 ദിവസമായിരുന്നു ഡയാലിസിസ്. ഇപ്പോൾ 1 വർഷമായിട്ട് ശ്വാസം മുട്ടലൊക്കെ കൂടി വരുന്നുണ്ട്. 3 ദിവസമാക്കി. വളരെ സന്തോഷത്തോടെ നല്ല രീതിയിൽ ഈ കുടുംബം മുന്നോട്ട് പോകുമ്പോഴാണ് പെട്ടെന്നൊരു നാൾ 2 കിഡ്നിയും പ്രവർത്തനരഹിതമാണെന്നറിയുന്നത്. അതോടെ ഈ കുടുംബത്തിൻ്റെ താളം തെറ്റി. 6 വർഷമായുള്ള ചികിത്സ കൊണ്ട് ലക്ഷങ്ങൾ ചിലവഴിക്കേണ്ടി വന്നു. നാട്ടുകാരും സുഹൃത്തുക്കളും ബന്ധുക്കളും എല്ലാം ചേർന്നാണ് കൃഷ്ണൻകുട്ടിയെ സഹായിച്ചത്. ചേട്ടൻ്റെ 2 കിഡ്നിയും ഫെയിലിയറാണെന്നറിഞ്ഞത് പിന്നെ ഒരു ദിവസം ഒരിടത്ത് പണിതുകൊണ്ടിരിക്കുമ്പം ചങ്കിന് വേദന ഉണ്ടായി. ചങ്കിനകത്ത് കട്ടുകഴപ്പും വേദനയുണ്ടായി. മോനെ വിളിച്ചു. മോനെ കാരിത്താസ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. കൊണ്ടുവന്ന് കഴിഞ്ഞ് പരിശോധനയെല്ലാം കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞു കിഡ്നി 2 ഫെയിലിയറാണ്. അന്നത്തെ തന്നെ അത് കേട്ടപ്പം തന്നെ ഞങ്ങൾക്ക് വലിയ വിഷമമാണ് ഉണ്ടായത്. 3 ദിവസം അവിടെ കിടത്തി. അത് കഴിഞ്ഞ് വിട്ടു. പിന്നെ 1 മാസത്തെ ഗുളിക കഴിച്ചു. ഗുളിക കഴിച്ച് കുറഞ്ഞൊന്നുമില്ല. പിന്നെ ശരീരത്തിന് നീര് വെക്കുകയും ശ്വാസം മുട്ടൽ കൂടുകയൊക്കെ ചെയ്തപ്പോഴത്തേന് പിന്നെയും പോയി ആശുപത്രി 1 ആഴ്ച കിടന്നു. അന്നേരം ഡയാലിസിസ് വേണമെന്നാണ് ഡോക്ടർ പറയുന്നത്. ഡയാലിസിസ് ഇപ്പം 5 വർഷമായി ഡയാലിസിസ് ചെയ്യാൻ തുടങ്ങിയിട്ട്. ഒരു ഡയാലിസിസിന് തന്നെ 1,300 രൂപയും അതിനുള്ള മരുന്നും എല്ലാം കൂടെ വേണ്ടി വന്നു. പിന്നെ ഒത്തിരി ബുദ്ധിമുട്ടായിരുന്നു. ആശുപത്രിയിൽ നിന്ന് ഇറങ്ങാൻ തന്നെ പലരും സഹായിച്ചാണ് ഞങ്ങൾ ആശുപത്രിയിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്ത് ഇറങ്ങിയത്. വീട്ടിൽ വന്ന് 2-3 മാസം കഴിഞ്ഞപ്പം വീണ്ടും കൂടി പിന്നെ ഹോസ്പിറ്റലിൽ പോയി കിടന്നു. അങ്ങനെ ഒരു 5-6 തവണയോളം ഞങ്ങൾ ഹോസ്പിറ്റലിൽ കയറി ഇറങ്ങി നടന്നു. അതെല്ലാം ഓരോരുത്തരും ഞങ്ങളെ സഹായിക്കുകയായിരുന്നു. ഒരു മോനുള്ളത് അവന് പണിയാനൊന്നും, അവന് ഒരു ഓപ്പറേഷനൊക്കെ കഴിഞ്ഞിരുന്നുകൊണ്ട് അവന് പണിയാനൊന്നും പറ്റിയില്ല. കട്ടിപ്പണി ചെയ്യത്തില്ല, അങ്ങനത്തെ ഒരു അസുഖം വന്നു. ഇങ്ങനെ ഓട്ടോ ഓടിക്കുകയൊക്കെയാണ്. അങ്ങനെയാണ് ഞങ്ങൾ പൈസ ഉണ്ടാക്കുന്നതും കഴിയുന്നതും ഒക്കെ. പിന്നെ ഞങ്ങളുടെ വീട് ഒരു ഇച്ചിരി കയറ്റം കയറിയൊരു കുന്നിൻ്റെ മുകളിലാണ് ഇരിക്കുന്നത്. വഴി സൗകര്യമില്ല. ശ്വാസം മുട്ടലൊക്കെ കൂടുമ്പോഴത്തേന് അയൽക്കാർ വന്ന് കസേരയിലിരുത്തി എടുത്തുകൊണ്ടാണ് റോഡിലിറങ്ങി വണ്ടിയെ കയറ്റി കൊണ്ടുപോകുന്നത്. ഇങ്ങനെയൊക്കെ വളരെയധികം ബുദ്ധിമുട്ടും ഒക്കെ സഹിച്ചാണ് ഇത്രയും നാളും കഴിഞ്ഞ് വന്നത്. ഇനി മുന്നോട്ടുള്ള ചികിത്സയ്ക്ക് ഞങ്ങൾ വളരെയധികം കഷ്ടപ്പാട് അനുഭവിക്കുന്നു. ഓരോ ദിവസവും ഇങ്ങനെ പലരും സഹായിച്ചാണ് ഇത്രയും നാളും കഴിഞ്ഞത്. ഈ പ്രോഗ്രാം കാണുന്നവർ പ്രത്യേകിച്ച് എൻ്റെ ഭർത്താവിന് വേണ്ടി പ്രാർത്ഥിക്കുകയും ദയവായി ഞങ്ങളെ സഹായിക്കുകയും ചെയ്യണമെന്ന് അപേക്ഷിക്കുന്നു. ഇന്ന് ഈ കുടുംബം കടുത്ത ദാരിദ്ര്യത്തിലും കടക്കണിയിലുമാണ് കഴിയുന്നത്. മരുന്ന് വാങ്ങാൻ പോലും പണമില്ലാത്തതുകൊണ്ട്
ദിവസവും കഴിക്കേണ്ട മരുന്നുകൾ പോലും വാങ്ങാൻ ഇവർക്ക് കഴിയാറില്ല. കൃഷ്ണൻകുട്ടിയുടെ ഭാര്യ രത്നമ്മയുടെ സ്നേഹപരിചരണത്താൽ കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലും കൃഷ്ണൻകുട്ടി ദിവസങ്ങൾ തള്ളി നീക്കുന്നു. ഈ കുടുംബത്തിൻ്റെ കണ്ണീരു കാണുന്ന സുമനസുകൾ കരുണയുടെ സഹായഹസ്തം ഇവർക്കു നേരെ നീട്ടുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുമ്പോൾ കൃഷ്ണൻകുട്ടിയുടെ മുന്നോട്ടുള്ള ജീവിതത്തിന് ഒരു വലിയ സഹായമായി തീരും. ഈ കുടുംബത്തിനു വേണ്ടി നമുക്കൊന്നിക്കാം, കൈകോർക്കാം, പ്രാർത്ഥിക്കാം. വിശദ വിവരങ്ങൾക്ക് ശമരിയൻ ഡിവൈൻ ചാരിറ്റബിൾ ട്രസ്റ്റ്, ഫാദർ ഫിലിപ്പ് നെടുന്തുരുത്തിൽ VC, കെയർ ഓഫ് ഡിവൈൻ വിഷൻ, ഡിവൈൻ മീഡിയ കോംപ്ലക്സ്, മുരിങ്ങൂർ PO, ചാലക്കുടി, തൃശൂർ, കേരള. പിൻ 680309. ഫോൺ 048027000893. മൊബൈൽ 9446143727. ഇമെയിൽ samarian.divinevision@gmail.com. പ്രിയ സഹോദരി സഹോദരന്മാരെ, ഗുഡ്നസ് TVയിലെ സമറിയാൻ എന്ന പ്രോഗ്രാമിലൂടെ ഞങ്ങൾ പരിചയപ്പെടുത്തിയ അനീഷ് എന്ന ചെറുപ്പക്കാരന് വേണ്ടി സമാഹരിച്ച ചികിത്സാ സഹായ നിധി കൊടുക്കുന്നതിന് വേണ്ടിയാണ് ഇപ്പോഴും ഞാൻ നിങ്ങളുടെ മുൻപിൽ നിൽക്കുന്നത്. എൻ്റെ ഇടതുവശത്ത് നിൽക്കുന്നത് അനീഷിൻ്റെ അമ്മ സൂസനാണ്. അവർക്ക് ഏക മകനാണ് ഈ അനീഷ്. 22 വയസ്സായപ്പോൾ മുതൽ അവന് കിഡ്നി സംബന്ധമായ അസുഖം വരികയും കിഡ്നിക്ക് ഡയാലിസിസ് ചെയ്യാൻ തുടങ്ങുകയുണ്ടായി. ഇപ്പോൾ 8 വർഷമായിട്ട്, ഇപ്പം 30 വയസ്സുണ്ട്, 8 വർഷമായിട്ട് ഡയാലിസിസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കോതമംഗലം ധർമ്മഗിരി ആശുപത്രിയിലാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. സൂസൻ്റെ ഭർത്താവിൻ്റെ ജോലി കൂലിപ്പണിയാണ്. ഇപ്പോഴും പല കാരണങ്ങളാൽ അതിന് പോകാനും സാധിക്കുന്നില്ല. അങ്ങനെയുള്ള സാമ്പത്തിക ഞെരുക്കത്തിലും ബുദ്ധിമുട്ടുകളിലും കഴിയുന്ന അവസരത്തിലാണ് ഇവരെക്കുറിച്ച് അറിയുവാനും ഗുഡ്നസ് TVയിലൂടെ പരിചയപ്പെടുത്തുവാനുമായിട്ട് ഇടയായത്. അപ്പോൾ സമാഹരിച്ച തുക 1,50,000 രൂപ ഇപ്പോൾ ഗുഡ്നസ് TVയുടെ പേരിൽ ഞാൻ സൂസന് കൈമാറുകയാണ്. ഈ തുക വഴിയായിട്ട് ആ മകൻ്റെ ചികിത്സാ ചെലവിൻ്റെ ഒരു ഭാഗമെങ്കിലും അവർക്ക് ചെലവഴിക്കാൻ സാധിക്കുന്നെങ്കിൽ നമുക്ക് സന്തോഷിക്കാം. നമ്മളുടെ ചെറിയ ചെറിയ സംഭാവനകൾ മൂലം ആ സഹോദരൻ്റെ ചികിത്സാ ചെലവിൻ്റെ ഒരു ഭാഗം നൽകുന്നതിനായിട്ട് നമുക്ക് സാധിക്കുന്നതിൽ നമുക്ക് സന്തോഷിക്കുകയും ദൈവത്തിന് നന്ദി പറയുകയും ചെയ്യാം. നിങ്ങളുടെ എല്ലാവരുടെയും പേരിൽ ഞാനിപ്പോൾ ഈ ചികിത്സാ സഹായത്തിനായിട്ട് ലഭിച്ച 1,50,000 രൂപയുടെ ചെക്ക് സൂസന് കൈമാറുകയാണ്. പ്രിയപ്പെട്ടവരെ, ഗുഡ്നസ് TVയുടെ ലോകമെമ്പാടുമുള്ള നല്ലവരായ പ്രേക്ഷകരെ ഈ അവസരത്തിൽ നന്ദിയോടെ ഞാൻ ഓർക്കുകയാണ്. നിങ്ങൾ ഗുഡ്നസ് TV കാണുകയും അതിലൂടെ ഞങ്ങൾ പ്രക്ഷേപണം ചെയ്യുന്ന സംഗതികളെല്ലാം ശരിയായ വിധത്തിൽ മനസ്സിലാക്കുകയും ചെയ്തതിൻ്റെ ഫലമായിട്ടാണ് ഓരോ പ്രാവശ്യവും സമറിയാനിലൂടെ ഓരോരുത്തരെ ഞങ്ങൾ പരിചയപ്പെടുത്തുമ്പോൾ അവർക്കെല്ലാവർക്കും വേണ്ടി നിങ്ങൾ വളരെ നിർലോഭമായിട്ട് ഉദാരമായിട്ട് സംഭാവന ചെയ്യുന്നത്. കഴിഞ്ഞ ദിവസം ഈ പരസ്യം കണ്ടിട്ട് ഒരു സഹോദരൻ എന്നെ വിളിച്ചു. ഒരു ചെറിയ തുക സംഭാവന ചെയ്യാൻ വേണ്ടിയാണ് ഞാൻ വിളിക്കുന്നത്, ചെറിയ തുക ആയതുകൊണ്ട് സ്വീകരിക്കുമോ എന്നോട് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു, എത്ര ചെറിയ തുക അയച്ചാലും ഞങ്ങൾ സ്വീകരിക്കുന്നതാണ്. തുക ചെറുതാണോ വലുതാണോ എന്ന് നോക്കിയല്ല ഞങ്ങൾ സ്വീകരിക്കുന്നത്. നിങ്ങളുടെ ഇഷ്ടമുള്ളത് നിങ്ങൾക്ക് തരാം, അതാണ് ഉദ്ദേശിക്കുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞു, ഞാൻ കൂലിപ്പണിക്ക് പോകുന്ന ഒരാളാണ്. ഒരു ദിവസത്തെ എൻ്റെ വേതനം നൽകുന്നതിനായിട്ടാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. 600 രൂപയാണ് എൻ്റെ ഒരു ദിവസത്തെ വേതനം. അതാണ് ഞാൻ തരാനായിട്ട് ഉദ്ദേശിക്കുന്നത്. അത് സ്വീകരിക്കുമോ എന്നാണ് എനിക്ക് അറിയേണ്ടിയിരുന്നത് എന്ന്. പ്രിയപ്പെട്ടവരെ, ഇതുപോലെ കൂലിപ്പണിക്കാരായിട്ടുള്ളവരും ഓട്ടോറിക്ഷ ഓടിക്കുന്നവരും ആയിട്ടുള്ള ആളുകളൊക്കെയാണ് ഈ പ്രോഗ്രാമിലേക്ക് സംഭാവന ചെയ്യുന്നത് എന്ന് എനിക്കറിയാം. ഭൂരിഭാഗം പേരും അങ്ങനെയുള്ളവരാണ്. ഇതേക്കുറിച്ച് അറിയാനൊക്കെ ആയിട്ട് അവർ വിളിക്കാറുണ്ട്. അതിൽ നിന്നും എനിക്ക് മനസ്സിലാകുന്നതും അങ്ങനെ തന്നെയാണ്. പലർക്കും പഴയ ആ ചെറിയ ഫോൺ തന്നെയുള്ളൂ. ഞാൻ പറയും,
എൻ്റെ ഫോൺ നമ്പർ അല്ലെങ്കിൽ അഡ്രസ്സൊക്കെ അയച്ചു തരാമെന്ന് പറയുമ്പോൾ അവർ പറയും, അച്ഛാ എൻ്റെ ഒരു ചെറിയ ഫോണാണ്, അതിനകത്ത് വരുമോ ഇല്ലയോ എന്ന് എനിക്കറിയത്തില്ല, ഒന്ന് പറഞ്ഞു തരാമോ എന്നൊക്കെ ഇങ്ങനെ ആളുകൾ ചോദിക്കാറുണ്ട്. അപ്പോൾ അതുപോലെ വളരെ കഷ്ടതയിലും ബുദ്ധിമുട്ടുകളിലും പ്രയാസങ്ങളിലുമൂടെയൊക്കെ ജീവിക്കുന്ന ആളുകളാണ് ഈ പ്രോഗ്രാം കാണുമ്പോൾ മനസ്സലിഞ്ഞ് സംഭാവന ചെയ്യുന്നതിനായിട്ട് മുന്നോട്ട് വരുന്നത്. തീർച്ചയായിട്ടും ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് തരികയാണ്, നിങ്ങൾ ആർക്ക് സഹായിക്കാൻ വേണ്ടി, പാപങ്ങളെ സഹായിക്കാൻ വേണ്ടി നിങ്ങൾ തരുന്ന, രോഗികളെ ചികിത്സിക്കാൻ വേണ്ടി നിങ്ങൾ തരുന്ന ഓരോ പൈസയും അതിനുവേണ്ടി മാത്രമായിരിക്കും ഞങ്ങൾ ചിലവഴിക്കുന്നത് എന്ന കാര്യം. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ സമാഹരിച്ച തുകയാണ് ഇപ്പോൾ എനിക്ക് കൈമാറുന്നതിനായിട്ട് സാധിച്ചത്. അതുകൊണ്ട് നിങ്ങളെല്ലാവരെയും ഞാൻ നന്ദിപൂർവ്വം ഓർക്കുകയും ദൈവസമക്ഷം സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയും ചെയ്യുകയാണ്. നിങ്ങളെല്ലാവരെയും ദൈവം സമൃദ്ധമായിട്ടും അനുഗ്രഹിക്കട്ടെ. ഇനിയും സംഭാവനകൾ കൊടുക്കുവാനായിട്ടുള്ള സാഹചര്യം നിങ്ങൾക്കുണ്ടാകട്ടെ. നിങ്ങൾ ആരോഗ്യവാന്മാരായിരുന്നതുകൊണ്ടും അധ്വാനിക്കാൻ സാധിക്കുന്നതുകൊണ്ടുമൊക്കെയാണല്ലോ നിങ്ങൾക്കും കൊടുക്കുവാൻ സാധിക്കുന്നത്. അതിനുള്ള അനുഗ്രഹം ദൈവം നിങ്ങൾക്ക് തരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ പ്രവർത്തനങ്ങളിലെല്ലാം വിജയം ദൈവം നിങ്ങൾക്ക് നൽകട്ടെ എന്ന് പ്രത്യേകമായിട്ടും പ്രാർത്ഥിക്കുകയാണ്. ഒരിക്കൽ കൂടി അനീഷിനെ നമുക്ക് ഓർത്ത് പ്രാർത്ഥിക്കാം. മരുന്നും ലേപനവും ഒന്നും അല്ലാതെ ദൈവത്തിൻ്റെ ശക്തിയാൽ, ദൈവത്തിൻ്റെ ഇടപെടലാൽ ആ സഹോദരന് രോഗസൗഖ്യം ലഭിക്കണമേ എന്ന് നമുക്ക് തുടർന്നും പ്രാർത്ഥിക്കാം. നിങ്ങളെല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവർക്കും ഗുഡ്നസ് ടിവിയുടെ പേരിൽ നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി. സമരിയ പ്രോഗ്രാം കണ്ട് ഞങ്ങളെ സഹായിച്ച എല്ലാവർക്കും ഞാൻ നന്ദി പറയുന്നു.